വളരെയധികം എക്സൈറ്റ്മെന്റോടുകൂടി നമ്മൾ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ വേറൊരു റേഞ്ചാക്കി മാറ്റാനായിട്ട് എൻ്റെ കൂടെയുള്ള പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ വളരെ ഇന്നോവേറ്റീവായ ഒരു പ്രോഡക്റ്റാണ് ദ ലേറ്റസ്റ്റ് സാംസങ് ഗാലക്സി Z Flip 3 5G സ്മാർട്ട് ഫോൺ. ഹലോ മൈ ജിയൻസ്, വെൽക്കം ടു മൈജിയുടെ വേറൊരു റേഞ്ച് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഗാലക്സി Z Flip 3യുടെ ബോക്സിലെ കണ്ടൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികമൊന്നും തന്നെ പറയാനില്ല. നമുക്ക് ഓഫ് കോഴ്സ് ഡിവൈസ് ഉണ്ട്, അതിനുശേഷം കുറച്ച് പേപ്പർ വർക്ക്സ്, ഒരു സിം എജക്ടർ ടൂളും പിന്നെ ഒരു USB Type-C കേബിളും മാത്രമാണുള്ളത്. ഇതിൻ്റെ കൂടെ പവർ അഡാപ്റ്റേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല, അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടതാണ്. പിന്നെ എന്താണ് ഈ സ്മാർട്ട് ഫോണിനെ ഇത്രയധികം സ്പെഷ്യൽ ആക്കുന്നത്? ഇറ്റ്സ് അൺഡൗട്ടഡ്ലി ദ ഡിസൈൻ. ഒരു രക്ഷയില്ലാത്ത ഒരു കിഡിലൻ ഡിസൈൻ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ക്രീം കളർ വേരിയന്റ് ആണ്. വളരെ പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഒരു കളറാണ്. ഈ ഒരു ഫോണിന്റെ ഡിസൈനിന്റെ കൂടെ വളരെ ഭംഗിയായിട്ട് അത് ബ്ലെൻഡ് ആവുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ദ ഫോൾഡബിൾ ഡിസൈൻ. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിലി പോക്കറ്റബിൾ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പോക്കറ്റിൽ ഇത് ക്യാരി ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. ആക്ച്വലി ഈ ഒരു ഫോൾഡ് ഫീച്ചർ കൊണ്ട് ഒരുപാടധികം യൂസസ് ഉണ്ട്. നമുക്ക് ഈ ഫോൾഡിന്റെ ഈ ഒരു ബെൻഡ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ക്രമീകരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ഹാഫ് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു ട്രൈപോഡ് പോലെ ഏതെങ്കിലും ടേബിളിന്റെ മുകളിലൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും, ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പകുതി സ്ക്രീനിൽ നമുക്ക് എന്തെങ്കിലും മീഡിയ കൺസ്യൂം ചെയ്തുകൊണ്ട് തന്നെ മറ്റേ പകുതിയിൽ ഇരുന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ആപ്സ് ബ്രൗസ് ചെയ്യാനായിട്ടും സാധിക്കും. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലാണ് വോളിയം റോക്കേഴ്സ് ആൻഡ് പവർ ബട്ടൺ. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൈക്രോഫോൺസ് കാണാം. USB Type-C പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ സ്പീക്കറുകളിൽ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് സിം ട്രേ മാത്രമാണുള്ളത്. മുകളിലായിട്ട് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് രണ്ട് 12 മെഗാ പിക്സൽസിൻ്റെ ക്യാമറാസ് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് LED ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ട് സ്ക്രീനിൽ മുകളിലായിട്ട് ഒരു പഞ്ച് ഹോൾ സെറ്റപ്പിലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. അത് 10 മെഗാ പിക്സൽസിൻ്റെതാണ്. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഇത് സാംസങ്ങിൻ്റെ 6.7 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡൈനാമിക് AMOLED ഇൻഫിനിറ്റി ഫ്ലെക്സ് ഡിസ്പ്ലേ ആണ്. ഒരു രക്ഷയില്ലാത്ത ക്ലാരിറ്റി ആൻഡ് കളർ റീപ്രൊഡക്ഷൻ ആണ്. സോ മീഡിയ കൺസ്യൂം ചെയ്യാനായിട്ട് വളരെ മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണിത്. ഇനി അത് കൂടാതെ നമുക്ക് ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയുടെ സൈഡിലായിട്ട് നമ്മൾക്ക് ഒരു കവർ ഡിസ്പ്ലേയും കൂടി വരുന്നുണ്ട്. ആ കവർ സ്ക്രീനിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു 1.9 ഇഞ്ച് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അവിടെ നമുക്ക് ക്വിക്ക് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വിഡ്ജറ്റ്സ്, നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും, അലാംസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും, ടൈമർ സെറ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ നമ്മൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസും നമ്മൾക്ക് ആ ഒരു കവർ സ്ക്രീനിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫോണിൽ പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫോൾഡ് തുറക്കാതെ തന്നെ എന്താണ് നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കവർ സ്ക്രീനിൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കവർ സ്ക്രീൻ വേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സ്പെക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വളരെ മികച്ച സ്പെസിഫിക്കേഷൻസ് ആണ് ഈ ഒരു ഫോൺ നൽകിയിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 888 ചിപ്സെറ്റോട് കൂടിയാണ് വരുന്നത്. ദ ലേറ്റസ്റ്റ് Android 11 സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. അപ് ടു 8 GB ഓഫ് റാം ആൻഡ് 256 GB ഓഫ് സ്റ്റോറേജ് ആണ് മാക്സിമം വരുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 8 GB റാം ആൻഡ് 128 GB ഓഫ് സ്റ്റോറേജ് വരുന്ന വേരിയന്റ് ആണ്. അങ്ങനെ രണ്ട് മെമ്മറി ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു സ്പെക്കിനെല്ലാം ഉപരി നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പോകുന്നത് ഈ ഡിവൈസിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഈ ഒരു ഫോൾഡബിൾ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എപ്പോഴും മുമ്പിൽ നിൽക്കുന്നത്. ക്യാമറാസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 12 മെഗാ പിക്സൽസിൻ്റെ മെയിൻ സെൻസറും 12 മെഗാ പിക്സൽസിൻ്റെ തന്നെ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ വരുന്നത് ഒരു 10 മെഗാ പിക്സൽസിൻ്റെ സെൻസറാണ്. ഏതൊരു സാംസങ്ങിൻ്റെ ഹൈ എൻഡ് സ്മാർട്ട് ഫോൺസ് പോലെയും ഇതിൻ്റെയും ക്യാമറ വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് നമുക്ക് തരുന്നത്. പിന്നെ സെൽഫീസ് എടുക്കാൻ തന്നെ നമ്മൾ ആക്ച്വലി ഫോൾഡ് ചെയ്തിട്ട് സെൽഫീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു വൈഡർ വ്യൂ കിട്ടും. കുറച്ചും കൂടി നമുക്ക് നീട്ടി പിടിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാം നമ്മൾ എന്താ എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ എടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ക്യാമറയുടെ ഡിസ്പ്ലേ മുകളിൽ വേണോ അതോ താഴെ വേണോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ സൗകര്യം അനുസരിച്ച് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസും എടുക്കാം, വീഡിയോസും എടുക്കാം. ഈ ഒരു ഡിവൈസിൽ വീഡിയോ എടുക്കാനായിട്ട് മാക്സിമം പറ്റുന്ന ക്വാളിറ്റി എന്ന് വെച്ചാൽ 4K 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ്. ഇനി ഈ ഒരു ഡിവൈസിനെ പവർ ചെയ്യാനായിട്ട് സാംസങ് കൊടുത്തിട്ടുള്ളത് ഒരു 3300 mAh ബാറ്ററിയാണ്. അതോടൊപ്പം ഒരു 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്.
പക്ഷേ ശ്രദ്ധിക്കുക, നമുക്ക് ബോക്സിൽ ആ ഒരു ചാർജിങ് ബ്രിക്ക് അവൈലബിൾ അല്ല, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കേണ്ടതാണ്. അതുകൂടാതെ ഈ ഒരു ഡിവൈസിന് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രൊട്ടക്ഷൻ ആയിട്ട് IPX8 വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടാണ് ഈ ഡിവൈസ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഡിവൈസിൻ്റെ ഫസ്റ്റ് ലുക്കിൽ തന്നെ ഞാൻ വളരെയധികം ഇംപ്രസ്ഡ് ആണ്. ഒരു ഫോൾഡബിൾ ഡിവൈസ് യൂസ് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൈജിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് നേരിട്ട് കണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് പ്രീ ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരവും ഇപ്പോൾ മൈജിയിലുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് മൈജി സ്റ്റോർ വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ലോഗ് ഓൺ ടു www.myg.in. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വേറൊരു റേഞ്ച് പ്രോഡക്റ്റുമായിട്ട് വേറൊരു കിടിലൻ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. Until then, it's me Karthik Krishnan signing out. Thank you so much for watching. MyG, My Generation Digital Hub.